അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തനി നാടൻ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നുള്ളത്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ടാണ് ഈ ഒരു കറി ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായി കുറച്ച് ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിപ്പോൾ നല്ല അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു മൺചട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചട്ടിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് നന്നായി കഴുകിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് അരമുറി ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 പച്ചമുളകും ഒരു പകുതി തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്പം ഉപ്പും ചേർത്ത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ അല്പം ഉണക്ക ചെമ്മീൻ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചക്കക്കുരും ഉണക്ക ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെമ്മീനൊക്കെ ഇട്ട് ഇതുപോലെ ചക്കക്കുരു കറി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇത് പണ്ട് കാലത്തെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്നൊരു ഒരു കറിയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അങ്ങനെ ഇപ്പോൾ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമാങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഇത്രയും പീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഇത്രയും പീസൊന്നും ഇട്ട് കൊടുക്കണ്ട. അതിൻ്റെ പുളിക്കനുസരിച്ച് ഇങ്ങോട്ട് കൊടുത്താൽ മതി. നേരത്തെ റോസ്റ്റ് ചെയ്ത ചെമ്മീനാണ്, അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ചെറിയ പോർഷനെ ഈ കറി ഉണ്ടാക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കറി ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ കുറച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇനി ഒരു 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ അടച്ചൊരു 5 മിനിറ്റ് വരെ എല്ലാം നന്നായി വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇപ്പോൾ കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചാൽ നമ്മുടെ ചക്കക്കുരു ചെമ്മീൻ കറി റെഡിയായി. ഞാനൊരു ചട്ടിയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടുകറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലത്തെ ഒരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ലൊരു കറിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ താളിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.